ഇവരുടെ സാലറി കൊടുക്കുന്നതിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഒരു സുവർണ അവസരം. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മൂന്നെണ്ണവും പഠിച്ച കള്ളികളാണ്. ആ നടുവിലിരിക്കുന്നവളാണെന്ന് തോന്നുന്നു ഇതിന്റെ മെയിൻ കാരണം. ഇന്ന് മീഡിയയുടെ മുന്നിൽ ഇവളുമാര് വന്ന് നടത്തിയ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പഠിച്ച കള്ളിയാ. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെ? ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി. നമ്മൾ പെട്ടളിയാ. എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനയിക്കാറില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ കാർഡ് വരെ അവർ ഇറക്കി ആ ഒരു വീഡിയോക്കകത്ത്. അതുപോലെ തന്നെ കൃത്യമായി ജാതി കാർഡ്. ഇവർക്ക് പൊതുവെ ഒരു ഹേറ്റ് ഉണ്ടായതുകൊണ്ട് ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ഇത് എല്ലാം ബൂമറാങ് പോലെ ഇവരുടെ ഒക്കെ മണ്ടയ്ക്ക് തന്നെ അടിച്ചു എന്നുള്ളതാണ്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണടച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക ഫോണില്. ഞങ്ങളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ.